ബി.ജെ.പി. കേരളത്തിൽ തലകുത്തി നിന്നിട്ടും ഒരു മേൽവിലാസമുണ്ടാക്കാൻ പറ്റാത്ത പാർട്ടിയാണ്. കേന്ദ്രത്തിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ കേരളത്തെ വികസന കാര്യത്തിൽ പടിക്ക് പുറത്ത് നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനൊരു അപവാദമായിരുന്നു ഒ. രാജഗോപാൽ. അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലെത്തിയ സന്ദർഭം വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന അക്കാലത്ത് കേരളത്തിന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ വി. മുരളീധരൻ കേന്ദ്രമന്ത്രിയായപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികാര നടപടികളോടെയാണ് കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഇടപെട്ടത്. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്ന രീതിയായിരുന്നു മുരളീധരൻ്റേത്. തുടർന്നാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത്. തൃശൂർ തൻ്റെ നെറ്റിപ്പട്ടമാക്കാൻ ഈ പഴയ സിനിമാ കമ്മീഷണർ പെട്ട പാട് നാം കണ്ടതാണ്. അരമനയായ അരമനകളിലും സഭാധ്യക്ഷന്മാരുടെ വസതികളിലും പള്ളികളിലും സ്വർണ്ണ കിരീടവുമായി കയറിയിറങ്ങി. സ്വർണ്ണക്കച്ചവടക്കാരെ പാട്ടിലാക്കാൻ പഠിച്ച പണി 18 നോക്കി. തൃശൂർ മണ്ഡലത്തിൻ്റെ സ്ത്രീ വോട്ടർമാരുടെ മനം കവരാൻ ക്ഷേത്രദർശനവും കൈനീട്ടവുമായി സിനിമാ സ്റ്റൈലിൽ നിറഞ്ഞു നിന്നു. 2 തോൽവിക്ക് ശേഷം തൃശൂരങ്ങ് എടുക്കാൻ പാവം ജനം അനുവദിച്ചു. ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം. ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഒന്നോർക്കണം, തൃശൂരിൽ നിന്ന് സുരേഷിന് കിട്ടിയ വോട്ടുകൾ ബി.ജെ.പിയുടെ വകയിലല്ല. പകരം ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി നടത്തിയ ജാലവിദ്യയാണ് നാം അവിടെ കണ്ടത്. മൂവാറ്റുപുഴയിൽ ഇതേ രീതിയിൽ നിർണായക ക്രൈസ്തവ സമുദായാംഗങ്ങളാണ് പി.സി. തോമസിനെ ജയിപ്പിച്ചത്. പിന്നീട് അവിടെ കണ്ട ചരിത്രം മറ്റൊന്നായിരുന്നു. സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാവുമെന്ന സ്വപ്നം താലോലിച്ച് നടന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ, വിശേഷിച്ച് തൃശൂരിൽ വികസനത്തിൻ്റെ പൂരം നടക്കുമെന്ന് പാവം ജനങ്ങളെ വിശ്വസിപ്പിച്ചു. എന്നാൽ സംഭവിച്ചത് തിരിച്ചാണ്. സുരേഷ് ഗോപി കേവലം ഒരു സഹമന്ത്രിയായി ഒതുങ്ങി. എങ്കിലും തിടമ്പ് താഴെ വയ്ക്കാതെ വെഞ്ചാമരം വീശി സുരേഷ് ഗോപി പലതും പറഞ്ഞു. ആനപ്പുറത്തിരുന്നാൽ ആരെയും പേടിക്കേണ്ട എന്ന ഭാവമായിരുന്നു ഈ ഏകലവ്യന്. ഇപ്പോൾ സഹമന്ത്രിയായ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി നോക്കി അംഗീകരിക്കുന്ന ഫയൽ നോക്കി ഒപ്പുവെക്കുന്ന ഒരു വെറും റബ്ബർ സ്റ്റാമ്പായി മാറിയ ദയനീയമായ കാഴ്ചയാണ് ഇന്ന് മലയാളികൾ കാണുന്നത്. താൻ മന്ത്രിയായാലും സിനിമാഭിനയം തുടരുമെന്നും 4 പുത്തനുണ്ടാക്കുമെന്നും സുരേഷ് ഗോപി ഇടയ്ക്കും മുറയ്ക്കും പറഞ്ഞുകൊണ്ടിരുന്നു. പല നിർമ്മാതാക്കളോടും അഡ്വാൻസും വാങ്ങി. എന്നാൽ 20ലേറെ സിനിമകളിൽ അഭിനയിക്കുന്നതിനുള്ള അനുവാദം ചോദിച്ച് സുരേഷ് ഗോപി അമിത്ഷായ്ക്ക് എഴുതിയ കത്ത് ചവറ്റുകൊട്ടയിൽ വീണു. ഇതിൽ ക്ഷുഭിതനായ സുരേഷ് ഗോപി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. വി. മുരളീധരൻ, സുരേന്ദ്രൻ തുടങ്ങിയ ബി.ജെ.പി. കേരള നേതാക്കൾക്ക് സുരേഷ് ഗോപി ഒട്ടും സ്വീകാര്യനല്ല. സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങൾ ബി.ജെ.പിയുടെ നിലപാടല്ല, സ്വന്തം കാഴ്ചപ്പാടുകളാണെന്നത് സുരേന്ദ്രൻ തുറന്നു പറയുകയും ചെയ്തു. അഭിനയം തുടരുന്നതിന് കേന്ദ്ര സഹമന്ത്രി പദം ഉപേക്ഷിക്കാനും താൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തു. സിനിമാ ലൊക്കേഷനിൽ ഇരുന്ന് താൻ കേന്ദ്രഭരണം നടത്തുമെന്നും അതിനുവേണ്ട ഉദ്യോഗസ്ഥരെ ഇറക്കുമെന്നും പറഞ്ഞതോടെ സുരേഷ് ഗോപി പഴയ കമ്മീഷണറിൽ നിന്ന് ഒരു ഹാസ്യ കഥാപാത്രമായി തരം താഴ്ന്നു. ഒന്ന് പോടാ. ഇനിയാണ് യഥാർത്ഥ പൂരം. പല പ്രലോഭനങ്ങൾ നൽകി വോട്ട് വാങ്ങിയ തൃശ്ശൂരിലെ ജനതയെ അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി പൂരപ്പറമ്പിൽ നിന്ന് കൊഞ്ഞനം കാണിക്കുന്ന കഥാപാത്രമായി മാറി.
മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനാകുന്നതും ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു മീശ വെച്ച് പ്രകടനം നടത്തുന്നതും ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പ്രതിഫലനമാണ്. സുരേഷ് ഗോപി കണ്ടുപഠിക്കണം ജോർജ് കുര്യനെ. നെറ്റിപ്പട്ടവും തിടമ്പുമില്ലാതെ BJP രാഷ്ട്രീയം എങ്ങനെയാണ് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ കൊണ്ടു നടക്കുന്നതെന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സ്വീകാര്യനായി ജോർജ് കുര്യൻ മാറിക്കഴിഞ്ഞു. വേഷങ്ങൾ പലതുമണിഞ്ഞ് മാധ്യമശ്രദ്ധ നേടുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്ന് സുരേഷ് ഗോപി ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയുമ്പോഴേക്കും പുറത്തേക്കുള്ള കാവിപ്പാത അമിത്ഷാ തുറന്നു കാണിച്ചാൽ സുരേഷ് ഗോപി നോക്കാനിടമുള്ള ഒരു മുഖമുണ്ട്. അത് നരേന്ദ്രമോദിയുടേതാണ്. ആ കൈകൾ രക്ഷിക്കാൻ എത്തിയില്ലെങ്കിൽ സുരേഷ് ഗോപി BJPയിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആവുന്ന കാഴ്ചയായിരിക്കും കേരളം കാണാൻ പോകുന്നത്. അപ്പോഴും തൃശ്ശൂരിൽ മുറതെറ്റാതെ പൂരം നടക്കുന്നുണ്ടാവും. തേക്കിൻകാട് മൈതാനത്ത് പതിവ് നടത്തത്തിന് ജനങ്ങളും എത്തും. സുരേഷ് ഗോപിയെക്കുറിച്ച് തൃശ്ശൂർകാർ പരസ്പരം പറഞ്ഞ് ചിരിക്കാതിരിക്കാൻ സാധ്യതയില്ല. ഒരു പൊൻകുരിശും കിരീടവും നേർച്ച നൽകിയതുകൊണ്ട് കൈവരുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയ ജീവിതം. അത് മറ്റൊരു വഴിയാണ്. സുരേഷ് ഗോപിക്ക് ഇപ്പോഴും അറിയാത്ത വഴി. അത് മനസ്സിലാക്കാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണമെന്ന മമ്മൂട്ടിയുടെ പഴയ സംഭാഷണം ഇടയ്ക്ക് 3 നേരം കേൾക്കുന്നത് സുരേഷ് ഗോപിക്ക് നല്ലതാണ്. നല്ല ഔഷധം. നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.